ഇന്ന് നമുക്ക് തട്ടുകടയിലൊക്കെ കിട്ടുന്ന സ്റ്റൈലിലുള്ള ബജ്ജിയും അതുപോലെ അതിലേക്കുള്ള ചമ്മന്തി എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കിയാലോ. ചമ്മന്തി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സവാള, ഒരു തക്കാളി, പിന്നെ കുറച്ച് മല്ലിയിലയും പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചമ്മന്തി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ബജ്ജി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പല പച്ചക്കറികളിലും നമുക്ക് ഈ ബജ്ജി തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പം ഞാൻ കാണിക്കുന്നത് പൊന്തൻ കായയിലും അതുപോലെ കിഴങ്ങ്, സവാള ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ ബജ്ജി ഉണ്ടാക്കുന്നത് എന്ന് കാണിക്കുകയാണ്. ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് തൊലി കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ തൊലി കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് കൊടുക്കാം. കനം കുറഞ്ഞ് വേണം നമ്മളിത് സ്ലൈസ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം നമ്മൾ ഓരോന്നും കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പം നമ്മൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കനം കുറച്ച് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടി ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ശക്തി ബജ്ജി മാവാണ്. അപ്പോൾ നമുക്ക് ഇത് റെഡിമെയ്ഡാണ്. ഇതിലൊന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം മുളക് പൊടിയും കായം എല്ലാം മിക്സ് ചെയ്ത പൊടിയാണിത്. ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് കടലമാവും അതുപോലെ മുളക് പൊടി, അതിലേക്ക് മുളക് പൊടി പിന്നെ കുറച്ച് കായും ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം വയ്ക്കുക. ഏകദേശം ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ബജ്ജി മാവ് റെഡിയായി കിട്ടും. ഇതിപ്പോൾ നമ്മൾ ഒന്ന് കലക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് വെച്ചു. ഇനി നമുക്ക് ഇത് ഓരോന്നും മാവിൽ മുക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിത് കിഴങ്ങും സവാളയും അതുപോലെ കായയും ഒക്കെ നമ്മൾ മാവിൽ മുക്കിയിട്ട് എണ്ണയിലിട്ട് വറുത്ത് കോരിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മൾ ഈ മാവ് ഒന്ന് ക്രിസ്പിയായി, പുറമേയുള്ള മാവ് ഒന്ന് ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ കുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളതും കൂടെ എണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ്. ഇപ്പം നമ്മളുടെ ബജ്ജി തയ്യാറായിട്ടുണ്ട്.